ഹലോ മിഗോസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും കുഞ്ഞോട്ടിനും എവിടെയൊക്കെ പോയി എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇത് ഞങ്ങളിതേ കാക്കനാട് പാട്ടുപിടിക്കൽ അമ്പലത്തിലാണ് രാവിലെ വന്നേക്കണം. അപ്പോൾ ഗണപതി ഹോമത്തിന് കൊടുത്തതേ ആൾ ഗണപതി ഹോമത്തിന് വഴിപാടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അപ്പോൾ നമുക്ക് അടുത്ത് കഴിഞ്ഞ് ചോദിച്ചാണെങ്കിൽ പോവാം. ഹലോ മിഗോസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്നൊരു ഞായറാഴ്ചയാണ്, ഏട്ടൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ ഞാനും കുഞ്ഞിനും മാത്രമുള്ളൂട്ടായിരുന്നു. കുറച്ച് തിരക്കായിട്ട് ഇന്നും കോളേജിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ദേ ഞാനും കുഞ്ഞോട്ടനും കാക്കനാട് അമ്പലത്തിലൊക്കെ തൊഴുതു നേരെ നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടനെയും കൂട്ടി വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏട്ടന് അത്യാവശ്യമായിട്ട് കോളേജിൽ പോകണ കാരണം ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞൂട്ടനും എൻ്റെ പോലെ തന്നെ തനി അമ്പലവാസി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആൾക്ക് അമ്പലത്തിൽ പോകണയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ അമ്പലത്തിലാണെങ്കിൽ അത്രയും ഹാപ്പി. അപ്പോൾ ഞങ്ങൾ തൊഴാനൊക്കെ കയറി. അപ്പോൾ ഞാനും കുഞ്ഞൂട്ടനും ഉള്ള കാരണം മാത്രം സ്ത്രീകളുടെ മാത്രമുള്ള ക്യൂ ഉണ്ട്, അവിടെയാണ് കയറിയത്. തൊഴുതൊക്കെ ഇറങ്ങി. ഞായറാഴ്ച കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു. നമ്മൾ കീഴ്ക്കാവിലേക്ക് ഇറങ്ങണ വഴി പകുതിയോളം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുതൊക്കെ കഴിഞ്ഞു. കീഴ്ക്കാവിലും തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞൂട്ടിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി അവിടെയുള്ള കടകളിലൊക്കെ കയറി. അപ്പോൾ കുഞ്ഞൂട്ടിന് കളിപ്പാട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന് ബരകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വാങ്ങിക്കേണ്ടതെന്ന് അവനൊരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഒരു തോക്കൊക്കെ വാങ്ങിച്ച ആൾ കൈ പിടിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഒരു കണക്കിന് പിടിച്ചിറക്കിക്കൊണ്ട് പോന്നു. പിന്നെ കുഞ്ഞൂട്ടൻ അന്വേഷിച്ചിരുന്ന വേറൊരു സാധനമാണ് കുഞ്ഞൂട്ടൻ്റെ ആന. കുഞ്ഞൂട്ടന് ആനയും പൂരവും അമ്പലവും ഒക്കെ ഭയങ്കര ഒരു അഡിക്ഷനായി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനും ഏട്ടനും പറ്റുന്ന സമയത്തൊക്കെ അവനെ കൊണ്ടുപോകാറുണ്ട് അമ്പലത്തിൽ. പൂരമുള്ള സമയത്താണെങ്കിലും ആരെങ്കിലും പറഞ്ഞറിഞ്ഞാണെങ്കിലും ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാൽ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കാരുടെ സ്ഥലം കുറവായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും കുഞ്ഞോട്ടും അവിടെ ഇരുന്നു കേട്ടോ കുറേ നേരം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ അമ്മായിയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അമ്പലത്തിൽ നിന്ന് 2 സ്റ്റോപ്പുള്ളൂ കേട്ടോ അമ്മായിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മായിക്ക് കൈ വയ്യാഞ്ഞിട്ട് പ്ലാസ്റ്ററൊക്കെ ഇപ്പോൾ വെട്ടിയിട്ടുണ്ട്, കൈയൊക്കെ ഒടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മായിനെ കണ്ടു. പിന്നെ അവിടെ കുഞ്ഞുട്ടൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ അച്ചുചേട്ടൻ. അപ്പോൾ അച്ചുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയുടെ മോനാണ്. അപ്പോൾ കുഞ്ഞൂട്ടൻ ഉറങ്ങി. അപ്പോൾ ഞാൻ താഴേക്കൊക്കെ ഒന്ന് പതിയെ നടക്കാൻ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വണ്ടി, അത് അമ്മായിയുടെ വീട്. അപ്പോൾ താഴേക്കൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ തൊട്ട് താഴെ തന്നെ പാടമുണ്ട്. നല്ല രസമാണ്, നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമൊക്കെ അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുഞ്ഞിനെ ഉറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കാക്കനാട് പോയിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ പിറന്നാളായിട്ടൊരു പായസം വെച്ചില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഏട്ടൻ്റെ വീട്ടിലെത്തിയായിരുന്നു. അങ്ങനെ ഞാൻ പാലട മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാലട പായസമൊക്കെ വയ്ക്കുകയാണ്. ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം കേട്ടോ പാലട. എനിക്ക് സേമിയയും പാലടയും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആ മിക്സൊക്കെ ഇട്ട് അത്യാവശ്യം തിളച്ച് വന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തു. കശുവണ്ടിയും മുന്തിരിയൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത് വെച്ചേക്കണേ കശുവണ്ടിയും മുന്തിരിയും പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. പായസം റെഡി. അപ്പോൾ ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിലും ഏട്ടനില്ലാത്ത കാരണം നമ്മൾ ചെറിയ രീതിയിൽ ഏട്ടൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് പായസമൊക്കെ വെച്ചു. അങ്ങനെ ഏട്ടൻ വന്നു, പായസമൊക്കെ കുടിച്ചു. ആളും ഹാപ്പി, ഞാനും ഹാപ്പി, കുഞ്ഞിനും ഹാപ്പി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.